നമസ്കാരം. നമ്മുടെ KEയുടെ അപ്ഡേറ്റ് ഒക്കെ വന്നു. അതെ, MBBSൻ്റെ BDSൻ്റെ ഒക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ദിവസമായിരുന്നു വന്നിരുന്നത് 31-ാം തീയതി ആയിരുന്നു. സോ 1, 2, 3, 4, 5 അതായത് സെപ്റ്റംബർ 5-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഡേറ്റുകളൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ടും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ടും. അതായത് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് അലോട്ടായിട്ടുള്ള വ്യക്തിക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സമയമാണ് 5-ാം തീയതി വരെ, സെപ്റ്റംബർ 5. സോ ഇന്ന് സെപ്റ്റംബർ 2-ാം തീയതിയാണല്ലേ. അപ്പോൾ എന്തൊക്കെ രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് ആശങ്കകളുണ്ട്. ഇതെങ്ങനെയാണ് വന്നിട്ടുണ്ട്, അലോട്ട്മെൻറ്റിൽ വന്നു, ഇനി എന്താണ്? ഓക്കെ, സോ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ ചോയ്സ് ഒക്കെ ഓപ്ഷൻ എൻട്രി ഒക്കെ നടത്തിയവർ ഒരുപാട് പേരുണ്ട്. അത് ഒരുപാട് കോളേജസ് വെച്ചവരുണ്ട്, എന്നാൽ 5-6 കോളേജസ് വെച്ചവരുണ്ട്. അങ്ങനെ പല രീതിയിലായിരുന്നു വെച്ചത്. ഇപ്പം നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. MBBS നോക്കിയവർക്ക് ചിലർക്ക് MBBS കിട്ടിയിട്ടുണ്ട്, MBBS നോക്കിയവർക്ക് ചിലർക്ക് BDS ആണ് കിട്ടിയിരിക്കുന്നത്, മറ്റു കോഴ്സുകളൊക്കെ കിട്ടിയവരുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് അലോട്ട്മെൻറ്റ് നിലവിൽ വന്നിരിക്കുന്നത്. സോ അലോട്ട്മെൻറ്റ് ഏത് കോളേജിൽ വന്നവരാണെന്നുണ്ടെങ്കിലും അലോട്ട്മെൻറ്റിൻ്റെ ഇനി അടുത്ത ഓപ്ഷൻസ് ആണ് ചോയ്സസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ചോയ്സ് 1, ചോയ്സ് 2, ചോയ്സ് 3, ചോയ്സ് 4. ചോയ്സ് 1 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്ന കോളേജിൽ എനിക്ക് പഠിക്കണം, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ആ കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുക്കാൻ തയ്യാറാണ് എന്ന് ആണ് നിങ്ങളുടെ ഡിസിഷൻ എങ്കിൽ നിങ്ങൾ ചോയ്സ് 1 ആണ് എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഇനി ചോയ്സ് 2 എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജ് ഓക്കെ ആണ്, എന്നാൽ കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ ഞാൻ വെച്ചിരുന്ന ഓപ്ഷന് മുകളിലോട്ടുള്ള ഏതെങ്കിലും കോളേജുകൾ കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളവർക്ക് ഓപ്ഷൻ 2 ചൂസ് ചെയ്യാം. പക്ഷേ ഈ ഓപ്ഷൻ 2ൻ്റെ ഒരു കാര്യത്തിൽ ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് MBBS അതായത് മെഡിക്കൽ സീറ്റുകൾക്കാണ് ഈ സെലക്ഷൻ ഉള്ളത്. മറ്റ് BDS അതേപോലെ മറ്റ് കോഴ്സുകളുടെ സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. ഇനി ഓപ്ഷൻ 3 എന്ന് പറയുന്നത്, എനിക്ക് ഈ കോളേജ് താല്പര്യമില്ല, ഞാൻ മുന്നോട്ട് പോകണം, അടുത്ത സെക്കൻഡ് റൗണ്ടിലേക്ക് എനിക്ക് എൻ്റർ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ് ഓപ്ഷൻ 3. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് ചോയ്സ് 3 വരെ ആയിരുന്നു. ഇനി ലാസ്റ്റ് ചോയ്സ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ കോളേജും വേണ്ട, എനിക്ക് ഈ KEയിൽ കർണാടകയിലും എങ്ങും പഠിക്കണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും, ഇപ്പം നിങ്ങൾ ഓൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിലോ, ഇനി അതല്ലെങ്കിൽ കേരളത്തിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ വരാൻ ചാൻസ് ഉണ്ടല്ലേ, അവിടെ നിങ്ങളങ്ങ് എടുത്തോളാം എന്ന തീരുമാനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ചോയ്സ് 4 സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇനി കോളേജും വേണ്ട, ഈ കർണാടകയിലെ സീറ്റുകളിൽ നെക്സ്റ്റ് റൗണ്ടുകളിൽ ഒന്നും നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. സോ ചോയ്സ് 1, ചോയ്സ് 2, ചോയ്സ് 3, ചോയ്സ് 4, 4 ചോയ്സുകളാണ് ഞാൻ പറഞ്ഞത്. സോ ഇനി ചോയ്സ് 1 എടുക്കേണ്ട വ്യക്തികൾ ഇനി അടുത്ത് എന്താണ്, അതായത് ഒരു പർട്ടിക്കുലർ കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ടായി, അത് BDS ആയിക്കോട്ടെ MBBS ആയിക്കോട്ടെ അലോട്ടായി, ഇനി ആ കോളേജിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കയറാം, അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. നിങ്ങൾ ചോയ്സ് 1 സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത ഓപ്ഷൻ ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. എന്താണ് ചെല്ലാൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡീറ്റെയിൽസും നമ്പരും നിങ്ങൾ ആ സെലക്ട് ചെയ്ത കോളേജും എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് KEയുടെ തന്നെ ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ജനറേറ്റ് ചെയ്ത ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് പൈസ അടയ്ക്കാനായിട്ട്. ആ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിനകത്ത് തന്നെ കാണാം. പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എത്ര രൂപയാണ്, ചിലപ്പോൾ 4 ലക്ഷം ആകാം, ചിലപ്പോൾ 5 ലക്ഷം ആകാം, ചിലപ്പം 6 ലക്ഷം ആകാം. അങ്ങനെ മാറുന്ന ഓരോ പർട്ടിക്കുലർ അലോട്ട്മെൻറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീസ് കാണാനായിട്ട് സാധിക്കും. ആ ഫീസിൻ്റെ തന്നെ ആയിരിക്കും ചെല്ലാനും എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ആകുന്നത്. ആ ചെല്ലാൻ തന്നെ ഞാൻ കൃത്യമായിട്ട് പറയാം, 3 ബാങ്കുകളിലാണുള്ളത്. ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ചെയ്യാം, HDFCയിലേക്ക് ചെയ്യാം, അതേപോലെ യൂണിയൻ ബാങ്കിലേക്ക്. ഈ 3 ബാങ്കിലേക്ക്, ഇതിൽ നിങ്ങൾക്ക് ഏത് ബാങ്കും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് ബാങ്കിൻ്റെയും ചെല്ലാൻ നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് നേരെ പോയി ബാങ്കിലേക്ക് ഈ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടയ്ക്കാം. ഈ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ KEയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പർട്ടിക്കുലർ ലോഗിൻ ID നിങ്ങൾക്ക് ജനറേറ്റ് ആകും, നിങ്ങളുടെ പ്രൊഫൈലിൽ ജനറേറ്റ് ആകും. അവിടെ വരുന്ന അടുത്ത ഓപ്ഷനാണ് അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ അഡ്മിഷൻ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പർട്ടിക്കുലർ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നത്, നിങ്ങൾ ഇത്ര രൂപ KEയിലേക്ക് നിങ്ങൾ അടച്ചു, ഇന്ന കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടാണ് അല്ലെങ്കിൽ ഈ കുട്ടി അഡ്മിറ്റ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് കോപ്പിയും കോളേജ് കോപ്പിയും അടങ്ങുന്ന ഒരു PDF ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ PDFും നിങ്ങൾ KEയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് മുതൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻറ്റും ആയിട്ട് നിങ്ങൾ എവിടേക്ക് വരണം, നിങ്ങൾ ഈ പർട്ടിക്കുലർ കോളേജിലേക്ക് വരണം. ഓക്കെ, ഇനി MBBS സീറ്റ് പ്രൈവറ്റ് കോളേജിൽ ഗവൺമെൻറ് സീറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് സീറ്റോ കിട്ടിയ ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടത് KEയിലാണ്. ബാംഗ്ലൂരിൽ വന്ന്
ബാംഗ്ലൂരിലെ മല്ലേശ്വരം എന്ന് പറഞ്ഞിടത്താണ് KEAയുടെ ഓഫീസ് വരുന്നത്. സോ ഡയറക്റ്റ്ലി നിങ്ങൾ ആ KEAയിലെ ഓഫീസിൽ ചെന്നിട്ടാണ് ഈ ഡോക്യുമെന്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ഈ 3, 4, 5 തീയതികളിൽ ഉള്ളിൽ തന്നെ ചെയ്യണേ. വീഡിയോ നിങ്ങൾ മാക്സിമം അതുകൊണ്ട് ഷെയർ ചെയ്തോണം. വെറുതെ സമയം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ചാൻസ് പോകും. ഓക്കെ, ഇനി ഇതല്ല BDS കിട്ടിയവർ, മറ്റ് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് കിട്ടിയവർ, നിങ്ങൾ ഡയറക്റ്റ്ലി ഈ പറഞ്ഞ ഡോക്യുമെന്റ്സുമായിട്ട് നിങ്ങൾ കോളേജിലേക്ക് ഡയറക്റ്റ് ചെല്ലണം. എവിടേക്കാണ്? കോളേജിലേക്ക്. പ്രത്യേകം ഓർക്കുക, കോളേജിലേക്ക് ഡയറക്റ്റ് ചെല്ലുക. കോളേജിൽ ഡയറക്റ്റ് ചെന്നതിന് ശേഷം അവിടുത്തെ പ്രൊസീജിയർ, അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പരിപാടിയും കൂടെ ഉണ്ട്, ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. അതായത് ഞാൻ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞ് വീണ്ടും KEAയുടെ പ്രൊഫൈലിൽ പോയി ഒരു സബ്മിറ്റ്, ഒരു പർട്ടിക്കുലർ നിങ്ങളൊരു ഓതറൈസേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ പ്രോസസ്സിൻ്റെ കാര്യം പറയുന്നത്. ഇത്രയും പ്രോസസ്സ്, ഈ ഓതറൈസേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സ് വരെയാണ് സെപ്റ്റംബർ 5-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ ചെയ്യണമെന്ന് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൻ്റെ സർക്കുലറും കാര്യങ്ങളും കന്നഡയിലും ഇംഗ്ലീഷിലുമാണ് നിങ്ങൾക്കെല്ലാം ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഒരുപാട് പേരൻസും കുട്ടികളും രാവിലെയൊക്കെ എനിക്ക് ഒരുപാട് വന്ന കോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്, ഒരുപാട് കൈൻഡ് ഓഫ് കൺഫ്യൂഷൻസ് ഉണ്ട്. സോ ആ കൺഫ്യൂഷൻ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പം ചോയ്സ് 1, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് വന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ചോയ്സ് 1 സെലക്ട് ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു? ഈ പറഞ്ഞ പൈസ അടച്ചു, അഡ്മിഷൻ ഓർഡർ ഡൗൺലോഡ് ചെയ്തു. അതുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി ബാംഗ്ലൂരിലേക്കോ അല്ലെ കർണാടകയിലേക്ക് വന്നു. ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾ ആ കോളേജിലേക്ക് ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. നിങ്ങൾ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ അവസാനമായിട്ട് അതിൻ്റെ കൺഫർമേഷൻ KEAയുടെ വെബ്സൈറ്റിൽ വീണ്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. ഇതാണ് ചോയ്സ് 1ൻ്റെ കാര്യം. ഇതിൽ മെഡിക്കൽ സീറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എവിടെ? KEAയിൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ചോയ്സ് 1. ചോയ്സ് 2 ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചോയ്സ് 2 വരുമ്പോഴത്തേക്ക് അത് മെഡിക്കൽ സീറ്റുകൾക്ക് മാത്രമാണ്. അവിടെ നിങ്ങൾക്കൊരു കോഷൻ ഡിപ്പോസിറ്റ് മാത്രം അടച്ചുകൊണ്ട്, അതായത് 1 lakh ആണ് കോഷൻ ഡിപ്പോസിറ്റ് വരുന്നത്. ആ ഒരു കോഷൻ ഡിപ്പോസിറ്റ് നിങ്ങൾ പേയ്മെന്റ് ചെയ്തുകൊണ്ട് അതേ സീറ്റ് നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് എന്നാൽ മേളിലുള്ള കോളേജിലേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷനുകളാണ് അവിടെ വരുന്നത്. ഓപ്ഷൻ 3, എനിക്ക് ഈ കോളേജ് വേണ്ട, സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നു. അവിടെ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. ആൻഡ് സെക്കൻഡ് റൗണ്ടിലുള്ള കോളേജുകളുടെ എന്താണ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ടും മറ്റും പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട്. ലാസ്റ്റിലത്തേത് ചോയ്സ് 4 ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഈ കോളേജും വേണ്ട, എനിക്ക് കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സീറ്റുകളും എനിക്ക് വേണ്ട എന്ന് സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ എങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ രീതിയിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാമെന്നുള്ളത് പറഞ്ഞു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇത്രയും നമ്മൾക്ക് ഡീറ്റെയിൽ, ഇത്രയും നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്നില്ലേ. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതായത് ഇപ്പോഴും MBBSന്റെ സീറ്റ് എനിക്ക് നല്ല മാർക്കുണ്ട്, എനിക്കിപ്പോൾ ഒരു സ്കോർ ഒരു 500 ഉണ്ട്, അല്ലെ 600 ഉണ്ട്, അല്ലെങ്കിൽ 400 ഉള്ളൂ, അല്ലെങ്കിൽ 450 ഉണ്ട്, 480 ഉണ്ട്, എത്ര സ്കോർ ആയിക്കോട്ടെ, ആ സ്കോറിന് പറ്റിയ എക്സാക്ട് ഏറ്റവും ബെസ്റ്റ് സീറ്റ്, മെഡിക്കൽ ആയിക്കോട്ടെ, ഡെന്റൽ ആയിക്കോട്ടെ, ഇനി ആയുർവേദം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിലേറ്റവും ബെസ്റ്റ് സീറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഈ ചോയ്സ് ഒക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾ ഈ ഓപ്ഷൻ ഇട്ടുന്നതിനകത്താണ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയാസം വരുന്നത്. നിങ്ങളുടെ സെലക്ഷൻ പോലെ ആയിരിക്കത്തില്ല മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടേണ്ട ഒരു സീറ്റ് ആയിരിക്കും മറ്റൊരു സ്റ്റുഡൻറ്റിന് കിട്ടിപ്പോകുന്നതും. ഏത് ഓപ്ഷൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്തു തരാം, ഒരു ഉറപ്പ് തരാം, ഒരു ഗ്യാരണ്ടി തരാം. എന്ത്? നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ് ഇനി ഈ റൗണ്ടിലല്ല, സെക്കൻഡ് റൗണ്ടിൽ എടുത്തു തരാം. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് അതിന് അലോട്ട്മെന്റ് വളരെ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ അലോട്ട്മെന്റിൽ ആ കോളേജ് തന്നെ കിട്ടും എന്ന് നമുക്ക് ഒരു 99% ഉറപ്പോടുകൂടെ, ഗ്യാരണ്ടിയോടുകൂടെ പറഞ്ഞു തരാം. കാര്യം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാം. അതിന് നമ്മുടെ ടീമുണ്ട്. ആ ടീം നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ആ ടീമിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കേണ്ടവർ, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഓപ്ഷനുകളുടെ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുപറ്റിയവർ ചെയ്തപ്പോൾ ഇതിനെന്തും ആയിക്കോട്ടെ, എജു ജേർണി വിത്ത് ജാനക്സ് ഈസ് ദെയർ ഫോർ യു. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തുണ്ടെങ്കിലും നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ആൻഡ് എജു ജേർണി വിത്ത് ജാനക്സ് ഈസ് ഫോർ ഓൾ.